എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ അഗസ്ത്യാർകുടം മലയിലേക്ക് പോവാണ്. ഇപ്പോൾ ട്രക്കിങ്ങിൻ്റെ പരിപാടിയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പൊന്മുടി ഫോറസ്റ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇതേ സ്ഥലത്തിൻ്റെ പേര് ബോണക്കാട്. ഇപ്പോൾ നമ്മൾ ആദ്യം ഭക്ഷണം കഴിക്കും. ഇപ്പോൾ സമയം 8 മണി. ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ പിക്കപ്പ് പോയിന്റിലേക്ക് പോകും. ഇതാണ് ചെറിയൊരു ഹോട്ടൽ. ഇവിടെ ആകെ 5-6 ഫാമിലീസേ ഉള്ളൂ. ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണുള്ളത്. പഴയ എന്താ പറയുക ഫാക്ടറിയാണ്, ടീ ഫാക്ടറിയാണിത്. ഇപ്പോൾ ആരുമില്ല ഇവിടെ. പിന്നെ ഒരു ബംഗ്ലാവ് ഉണ്ട്. 5 ഫാമിലി ഇവിടെ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പിക്കപ്പ് പോയിന്റിലേക്ക് പോകും. എന്നിട്ട് അഗസ്ത്യാർകുടം ട്രക്കിങ്. ഓക്കെ, പൂരി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. ഇനി പിക്കപ്പ് പോയിന്റിലേക്ക് നടന്നു പോകണം. 1.5-2 കിലോമീറ്റർ ഉണ്ടോ. ചെറിയൊരു കാണിക്കുകയും ഇതൊക്കെ. അപ്പോൾ യാത്ര മംഗളമാവാൻ പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ ട്രക്കിങ് തുടങ്ങിയിരിക്കുകയാണ്. ആരൊക്കെ പരിചയപ്പെടുത്തണോ? ആയിട്ടില്ലല്ലേ, പിന്നെ പരിചയപ്പെടുത്തല്ലേ. വീഡിയോയിൽ വരാൻ ട്രക്കിങ് തുടങ്ങിയാണ്. എൻ്റെ കൂടെ വന്നൊരു സാറാണ്. സാറ് ഹെൽത്ത് അല്ലേ, ഇൻസ്പെക്ടറാണ് ട്രിവാൻഡ്രത്തിലെ. അപ്പോൾ എങ്ങനെയുണ്ട് യാത്ര? നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ വന്ന് കൂടുതൽ വിശദമായിട്ടൊക്കെ പരിചയപ്പെടാം. ഓക്കെ. ഇതാണ് അഗസ്ത്യമല ഔഷധ സസ്യ സംരക്ഷണ മേള ബോണക്കാട്. അപ്പോൾ സാറപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കുന്നത്. ഇതാണ് ബോണക്കാട് പിക്കറ്റ് സ്റ്റേജ് ക്യാമ്പ് ഓൺ പീപ്പാറ വൈൽഡ് ലൈഫ് സെഞ്ചുറി. ഇത് ട്രക്കിങ് തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ട്രക്കിങ് ആരംഭിക്കുന്നത്. പിക്കപ്പ് സ്റ്റേഷനിൽ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കാണിച്ചു. എന്നിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം താഴോട്ട് ഇറങ്ങി പോകുന്നത്. നമ്മുടെ ട്രക്കിങ് തുടങ്ങാനായി. നമ്മളിപ്പോൾ ട്രക്കിങ് തുടങ്ങിയിരിക്കുകയാണ്. 8 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇപ്പം നമ്മൾ. എന്തിൻ്റെ പേര്? വൈൽഡ് ആനിമൽ നമ്മൾ കണ്ടു. ഇത് നമ്മുടെ ചങ്ങായിയാണ്. പേരുന്ന ശ്രീനേഷാണ്. കാസർഗോഡ് നിന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ വന്നിരിക്കുന്നു. കിടിലൻ കാഴ്ചകളാണ് ഗൈസ്. എല്ലാവരും വരൂ ഗൈസ്. അതും ഒരു കാരണമാണ്. അതുപോലെ സീബ്രയാണ് അങ്ങനെ ഇങ്ങനെ അവിടെ നിന്ന് തിക് ഫോറസ്റ്റ് അല്ലോ, പുൽമേടുകൾ പോലെ കിടക്കുക. അപ്പൊ കിലോമീറ്റർ അകലെയുള്ള വന്യമൃഗങ്ങളെ നമുക്ക് കാണാം. അതെ അതെ അതെ. രണ്ട് സൈഡ് ഈ കാടൊക്കെ വെട്ടിയിട്ടുണ്ടല്ലേ. കാട് വെട്ടിയിട്ടുണ്ട്. മനോഹര കാഴ്ചകളാണ്. അഗസ്ത്യാർകുടം വർഷകാലത്ത് വെള്ളം കൊടുക്കും ഇതിലൂടെ അല്ലേ. ശരിയാവുന്നില്ല. നല്ല ഇതുണ്ട്. പിന്നെ നമ്മളെപ്പോഴും വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഒരു കൾച്ചറല്ല, നമ്മുടെ ഈ താല്പര്യങ്ങളില്ലേ അതിനോട് ചേർന്ന്. ഒരു മിനിറ്റ്. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഉണ്ട്. ഈ വേനൽക്കാലത്ത് തന്നെ ഇത്രയും വെള്ളം അല്ലേ. ഗൂഢസംഘമുണ്ട്. അവരെന്ത് പറയണോ അവരാണ് അത് മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ക്ഷേത്രമുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഇനിയും 2 കിലോമീറ്റേഴ്സ് ആയിട്ടുള്ളൂ. ഇനിയും 14 കിലോമീറ്റേഴ്സ് ബാക്കിയുണ്ട്. എന്തോ ഒരു സ്മെല്ല്. അതെ, ആനയുടെ സ്മെല്ല്. ഒരു ആനയുടെ സ്മെല്ല് അടിക്കുന്നുണ്ട് ഗൈസ്. ഒരാന അവിടെ നിൽക്കുന്നുണ്ട് പോലെ തോന്നുന്നു. ഇല്ല, ഞാൻ ചുമ്മാ കാണാനാ. കിട്ടില്ല ഗൈസ്. ഫോറസ്റ്റിൻ്റെ അതിമനോഹര കാഴ്ചകൾ.
അട്ട കയറിയിട്ടുണ്ടോ ചേട്ടാ? ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അരുവികള് എഡിറ്റ് ചെയ്ത് അല്ലേ? എഡിറ്റ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അതിൽ നല്ല നല്ല വീഡിയോ നോക്കി. ആ നല്ല കാഴ്ച. How many kilometers left? How many kilometers? Kilometers and kilometers. ഇവിടെ പോകുന്ന കാഴ്ച കാണാം. ആ മലേൻ്റെ മുകളിലാണ് നമുക്ക് പോകേണ്ടത്. കണ്ട ഇതിലൂടെ നടന്ന് വാ. ഏതാ ഏതാ iPhone 16 വീട്ടിലെ തന്നെ ചാർജ് നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ഒരുപാട് പാറക്കെട്ടിലൂടെ ഇങ്ങനെ നടന്ന് കണ്ടോ ഇതിലൂടെ ചെല്ലണം. കണ്ടോ വലിയ പാറക്കെട്ട്. ആ രണ്ട് ഉപ്പൊക്കെ എടുത്ത് അട്ടയുണ്ടോ? നല്ല വെള്ളം കേട്ടോ. ഇവിടെ പണ്ട് എന്തോ സെറ്റപ്പ് ഉണ്ടായിരുന്നു. കർമ്മണ്ണയാർ ക്യാമ്പ് ഉണ്ട്. 14.5 കിലോമീറ്റർ. ആ ഓ അങ്ങേറ്റം വരെയാണോ അറിയത്തില്ല. എന്തായാലും 14 വലിയ പാറ. എല്ലാം വീഡിയോ തീർന്നു പോകും, പിന്നെ ഫുള്ളാവും, പിന്നെ പവറും തീർന്നു. ആ എന്ത് വലിയ പാറയല്ലേ ഇതെല്ലാം. ഈ മഴവെള്ളപ്പാച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടുന്ന വന്നായിരിക്കും അല്ലേ ഇത്, ഈ ഇത്രയും വലിയ കല്ലൊക്കെ? ആ കിട്ടില്ല തന്നെ. ഓക്കെ ഓക്കെ. നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ നമ്മൾ കണ്ടെത്തണം. അല്ലാതെ ആരെങ്കിലും പറഞ്ഞു തന്നിട്ട് കാര്യമില്ല. ഇത് കുറച്ച് സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ആ അടിപൊളി. ഇത് നോക്കിയാൽ മതി, നമ്മൾ ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവം ചെയ്യരുത്. ഉപദ്രവിക്കരുത്. അടിപൊളി തന്നെ. നമുക്ക് പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത് നമ്മിൽ കാണാതെയാണല്ലോ നമ്മൾ സഹായിക്കുന്നത്. ഇത് കുറച്ച് വെള്ളമേ ഉള്ളൂ അല്ലേ ഇവിടെ? ഇവിടെ ഞാൻ ഫോട്ടോ എടുത്തു തരും. ഭയങ്കര റേറ്റ് അടിപൊളി കാടാട്ടോ. ഒന്നും പറയണ്ട, വൈബ് ഭയങ്കര വൈബ് തന്നെ. അടുത്ത വെള്ളച്ചാട്ടം, ഇഷ്ടംപോലെ വെള്ളച്ചാട്ടം. നമ്മളിപ്പോൾ ഒരു 5-6-7 കിലോമീറ്റർ ആയി കാണും.